ഇതാണ് ഇവിടെ എല്ലാവരും അന്വേഷിച്ച് വരുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, ആ ഒരു കളറൊക്കെ നോക്കി. ഇതിപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നേരത്തെ വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർത്തിട്ടാണ്. ഇങ്ങനെ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കും അല്ലേ? ആള് വരുന്നതിനനുസരിച്ചിട്ട് മൊത്തത്തിൽ പൊരിച്ച് വെക്കൂല. ഇല്ല ഇല്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ് ചിക്കൻ ഫ്രൈ. ഞാൻ നേരത്തെ ഒരു പൂക്കടയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്ന. പിന്നെ അവിടെ ഇതാണെങ്കിൽ ചെറിയൊരു കട റെഡിയായി വന്നപ്പോഴത്തേക്ക് ആ ഫുഡിന്റെ കാര്യങ്ങളിലോട്ട് പോകാന്ന് വെറുതെ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. എന്നിട്ട് എന്താണ് ആളുകളുടെ ഒരു റെസ്പോൺസ്? നല്ലതാ. നല്ല അഭിപ്രായം. നല്ല ഫുഡ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പൊറോട്ടയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ ചിക്കൻ കറിയും ഉണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇത് ചവറ, കൊറ്റംകുളങ്ങര, കുഞ്ഞാലുമൂട്. അപ്പോൾ ഇവിടെ ഇപ്പൂസ് കഫേ അങ്ങനെയാണ് കടയുടെ പേര്. സോഫി കട നടത്തുന്നത് സോഫിയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ തട്ടുകട നടത്തുന്ന സ്ത്രീകളൊക്കെ കുറവാണ്. അപ്പോൾ സോഫി ഒരു വർഷമായിട്ട് ഈ കട നടത്തുന്നുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. നല്ല ചൂട് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും പൊറോട്ടയൊക്കെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയച്ചതാണ്, ഇങ്ങനെ കടയിൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരു ദിവസം വന്ന് കഴിച്ച് നോക്കി വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണിച്ചേട്ടൻ സ്പെഷ്യൽ ഓംലേറ്റ്. ഒരെണ്ണം കഴിച്ചു, ഒരെണ്ണം കൂടി മേടിക്കാൻ പോവാ. സോ അതുകൊണ്ട് കണ്ട ഓംലേറ്റ് കണ്ട, ഒരു നെയ് റോസ്റ്റിന്റെ ഒക്കെ വലിപ്പമുണ്ട് കേട്ടോ ഓംലേറ്റിന്. എങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അവിടെ പല സാധനങ്ങളും ഉണ്ടാവും. പക്ഷെ ഓംലേറ്റിന്റെ സ്വാദ് കൊണ്ട് വീണ്ടും ഓംലേറ്റ് മേടിക്കേണ്ടി വന്നു. കണ്ട എന്തൊരു സ്വാദാ. നമ്മൾ ഓംലേറ്റൊക്കെ അടിക്കണല്ലേ, പക്ഷെ ഇത് ഒരു പ്രത്യേകത തന്നെ. വേണ്ട, പൊടിയിട്ട് ഇതിൻ്റെ സ്വാദ് ഞാൻ കളയുന്നില്ല. ഇപ്പം എത്ര നാളായി കട തുടങ്ങിയിട്ട്? ഒരു വർഷമായി. ഈ പെണ്ണുങ്ങൾക്ക് പറ്റിയൊരു പണിയാണോ? ചിലവർ പറയില്ലേ രാത്രി തട്ടുകടയൊക്കെ നമുക്ക് പറ്റൂല. ഇല്ല, പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാം നല്ല സപ്പോർട്ടുള്ള ആളുകളാണ്. അതെ അതെ. നമുക്ക് എന്നൊക്കെയാ സ്പെഷ്യൽ കൊടുക്കണേ? നമ്മള് സ്പെഷ്യല് ബീഫ് ഫ്രൈ ഉണ്ട്, പൊറോട്ട, ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ സ്പെഷ്യല്. പിന്നെ അല്ലാതെ ദോശ, ചമ്മന്തി, സാമ്പാർ രാവിലെ ഉണ്ടല്ലേ? രാവിലെ ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ട്. രാവിലെ 7 മണിയാകുമ്പോ തുറക്കും. ഇനിയിപ്പോ രാത്രി നിങ്ങൾ അടച്ചിട്ട് പോണതോ? ഞങ്ങളൊരു 11-11:30 വരെയൊക്കെ കാണും അല്ലേ? ഞായറാഴ്ച ദിവസം ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. അവധിയില്ല. ഉച്ചക്കാണെങ്കിൽ ചായയും കടികളൊക്കെ അല്ലേ? ചായയും സ്നാക്സും എല്ലാം ഉണ്ട്. ഇത് എത്ര രൂപയ്ക്കാ ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുക്കണേ? ചിക്കൻ ഫ്രൈ ഹാഫ് ആണെങ്കിൽ 80, ഫുൾ ആണെങ്കിൽ 150. പിന്നെ ഫ്രൈ 120. ദോശ, സാമ്പാർ, ചമ്മന്തി. പക്ഷെ രസവടയില്ല. കൊല്ലം ജില്ലയിലല്ലേ, ഇവിടെ രസവടയില്ല. എനിക്കിങ്ങനെ ദോശ, ചമ്മന്തി, സാമ്പാർ, ഓംലേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ രസവട, പപ്പടം എന്നും കൂടി പറഞ്ഞാലാണ് അത് പൂർണ്ണമാവുള്ളൂ. കാരണം അവിടെ അങ്ങനെയാണല്ലോ. ഇവിടെ എന്തായാലും അതില്ല. പിന്നെ മേടിച്ചിട്ടുള്ളത് ഹാഫ് ചിക്കൻ ഫ്രൈ ആണ്. ഇതാണ് ഹാഫ് ചിക്കൻ ഫ്രൈ, 80 രൂപയ്ക്ക്. നല്ല സാലഡൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഓംലേറ്റും ഉണ്ട്. എനിക്കിവിടെ ആദ്യം തന്നെ ഉമ്മ ഒരു മുൻകൂർ ജാമ്യം പറഞ്ഞു, ഇവിടുത്തെ കറികൾക്കൊക്കെ ഇച്ചിരി എരിവായിരിക്കുന്നേ. എനിക്കതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. ഇത് കഴിച്ചു നോക്കട്ടെ. ഇതിന് എരിവ് അധികമൊന്നുമില്ല. നല്ല സാമ്പാർ, നല്ല ചമ്മന്തി. ആരാണ് എൻ്റെ പിന്നിലെ ആ കൈ? ചേട്ടനാണല്ലേ? നല്ല രസമുണ്ട്, അടിപൊളി. നേരത്തെ കാണിച്ചു തന്നില്ലേ നല്ല മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നത്? ആ ചിക്കൻ ഫ്രൈ ആണ് ഈ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടി ദോശ അയച്ചു നോക്കാം. ഇതാണ് ഇവിടെ എല്ലാവരും അന്വേഷിച്ച് വരുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, ആ ഒരു കളറൊക്കെ നോക്കി. അപ്പോൾ ബീഫ് ഏറ്റവും കൂടുതൽ ചേരുന്ന സാധനം എന്തൊക്കെ പറഞ്ഞാലും പൊറോട്ട തന്നെയാണ് അല്ലേ? അപ്പോൾ നല്ല ചൂട് പൊറോട്ട ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ചൂട് പൊറോട്ടയും അടുപ്പിൽ കിടക്കണ ബീഫ് ഫ്രൈയും കൂടെ. പൊറോട്ട കഴിച്ചു നോക്കണില്ല, പൊറോട്ട പിള്ളേർ കഴിക്കട്ടെ. ബീഫ് കഴിച്ചോ.
എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഭയങ്കര സ്വാദ്. അതിങ്ങനെ വരട്ടി 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 നല്ല വരട്ടി, പിന്നെ കൊഴുപ്പും എല്ലാം അതിനകത്ത് ഇങ്ങനെ ഇതായി. സവാളയൊക്കെ നല്ല വഴണ്ട് വന്ന് അലിഞ്ഞു പോയി സവാളയൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ബീഫാട്ടോ. ബീഫെന്ന് വെച്ചാൽ അങ്ങനെ നല്ല അലുവ കഷ്ണം പോലെ ഉണ്ട്. ഈ വേറെ വേസ്റ്റും ചപ്പ് ചവറ് സാധനങ്ങളൊന്നുമില്ല. നല്ല പീസ് ഇതാ അങ്ങനെ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി തന്നതാന്ന് പറയും. അല്ല, ഇവിടെ പാത്രത്തിൽ നിൽക്കണ എല്ലാം അങ്ങനെ തന്നെയാണ്. എനിക്ക് വേണ്ടി ഇത് സ്പെഷ്യലായിട്ട് തന്നതല്ല. നല്ല രസമുണ്ട്. അതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുവാണെങ്കിൽ ഈ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഓംലേറ്റും ഒന്ന് കഴിച്ചു നോക്കിക്കോട്ടെ. നക്ഷത്രം എനിക്ക് തരുവാ. കയ്യിൽ കെട്ടി വെച്ചിരിക്കുകയാണോ? നോക്ക്, അത് ഏനെടുക്കും? ചുരുട്ടി വെച്ചതാ. നീ പൊറോട്ടയും ബീഫോ കഴിക്കുന്നേ? പല്ലൊക്കെ ആരാ കൊണ്ടുപോയേ? കൊയിഞ്ഞു പോയതാ. മുട്ടായി തിന്നിട്ടല്ലേ? അല്ലേ? ആന്ന്. എവിടെ ടാറ്റ? ടാറ്റതാടാ. ആ ടാറ്റ. അപ്പോൾ നല്ല കിടിലൻ ഭക്ഷണമാണ് കേട്ടോ. അവിടെ ഇപ്പൂസ് കഫേ എന്നാണ് ലൊക്കേഷൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരമില്ല ഇങ്ങടേക്ക്. നമ്മൾ NH വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ കൊറ്റംകുളങ്ങരയുടെ അവിടെ നിന്ന് ഇങ്ങടേക്ക് ഒരു 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ ഇതുവഴി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കുക. രാവിലെ ആണെങ്കിൽ ചിക്കൻ കറിയും പിന്നെ ഇടിയപ്പം ദോശയൊക്കെ ഉണ്ട്. വൈകുന്നേരത്തെ ഇപ്പോൾ ഞാനീ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇവിടുത്തെ ബീഫ് ഫ്രൈ ആണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. യാത്ര വേണ്ട.